श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय. നമസ്കാരം. എല്ലാവർക്കും പാലാഴിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കർക്കിടകം 1-ാം തീയതി, മലയാളിയുടെ ജീവിതത്തിൽ ഒരു പുതിയ ആത്മീയ അധ്യായം തുറക്കുന്ന ദിവസം. മഴയുടെ സംഗീതവും പ്രകൃതിയുടെ പച്ചപ്പും നിറഞ്ഞ ഈ മാസം നമ്മുടെ പൂർവികർ ഒരു പേര് കൂടി നൽകി, രാമായണ മാസം. പക്ഷെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് കർക്കിടകം രാമായണ മാസമായത്? ഒരു പുസ്തകം വായിക്കാൻ ഒരു മാസം മുഴുവൻ മാറ്റിവെക്കേണ്ടത് എന്തിനാണ്? ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ രാമായണം വായിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടുന്നത്. കർക്കിടകം, പഴയ കാലത്ത് ഇത് കഷ്ടതകളുടെ മാസമായിരുന്നു. മഴ ശക്തമാകും, കൃഷിപ്പണികൾ കുറയും, യാത്രകൾ ദുഷ്കരമാകും, രോഗങ്ങൾ വർദ്ധിക്കും, വീട്ടിനുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പൂർവികർ ഒരു മഹത്തായ ചിന്ത മുന്നോട്ട് വെച്ചു. ശരീരത്തിന് വിശ്രമം കിട്ടുന്ന ഈ സമയത്ത് മനസ്സിന് ഒരു യാത്ര നൽകാം. ആ യാത്രയുടെ പേര് രാമായണം. രാമായണം വെറും ഒരു കഥയല്ല, അത് രാജാവായ രാമന്റെ കഥ മാത്രവുമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ കണ്ണാടിയാണ്. രാമനിൽ നാം ധർമ്മത്തെ കാണുന്നു, സീതയിൽ ആത്മാഭിമാനവും സഹനവും കാണുന്നു, ലക്ഷ്മണനിൽ കടമയുടെ മഹത്വം കാണുന്നു, ഭരതനിൽ അധികാരത്തെക്കാൾ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കുന്നു, ഹനുമാനിൽ ഭക്തി എത്ര വലിയ ശക്തിയാണെന്ന് കാണുന്നു, വിഭീഷണനിൽ സത്യം സ്വന്തം കുടുംബത്തെക്കാൾ വലുതാണെന്ന് പഠിക്കുന്നു, രാവണനിൽ നിന്ന് ഒരു വലിയ പാഠം പഠിക്കുന്നു. അറിവ് മാത്രം മതിയാകില്ല, വിനയമില്ലെങ്കിൽ മനുഷ്യൻ തകർന്നു പോകും. ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ സാങ്കേതിക വിദ്യ വളർന്നു, മൊബൈൽ ഫോണുകൾ ലോകത്തെ കൈവശമാക്കി, കൃത്രിമ ബുദ്ധി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ടോ? ബന്ധങ്ങൾ കൂടുതൽ ശക്തമായോ? കോപം കുറഞ്ഞു? അസൂയ ഇല്ലാതായോ? ഉത്കണ്ഠ കുറഞ്ഞു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ രാമായണം ഇന്നും നമ്മെ സഹായിക്കുന്നു. രാമായണം പഠിപ്പിക്കുന്നത് യുദ്ധം ജയിക്കാനല്ല, സ്വന്തം മനസ്സിനെ ജയിക്കാനാണ്. രാവണൻ പുറത്തുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ്. കുംഭകർണൻ നമ്മുടെ അലസതയാണ്. മാരീചൻ നമ്മെ വഴിതെറ്റിക്കുന്ന മായയാണ്. ശൂർപ്പണഖ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളുടെ പ്രതീകമാണ്. അപ്പോൾ രാമൻ ആരാണ്? നമ്മുടെ ഉള്ളിലെ സത്യവും ധർമ്മവും. ഈ യുദ്ധം ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ നടക്കുകയാണ്. രാമായണം വായിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറുമോ? ഒരു പക്ഷേയില്ല. പക്ഷേ പ്രശ്നങ്ങളെ നേരിടാനുള്ള മനസ്സിന്റെ ശക്തി വളരും, കോപം കുറയും, ക്ഷമ കൂടും, പ്രതീക്ഷ ജനിക്കും. അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് പലരും പറയുന്നു, സമയം കിട്ടുന്നില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, ദിവസവും സോഷ്യൽ മീഡിയയിൽ എത്ര സമയം ചെലവഴിക്കുന്നു? അതിൽ നിന്ന് വെറും 15 മിനിറ്റ് മാറ്റിവെച്ചാൽ മതി. ഒരു സർഗം, അല്ലെങ്കിൽ കുറച്ച് ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഒരു ഭാഗത്തിന്റെ അർത്ഥം, അത് മതി. പ്രധാനപ്പെട്ടത് വേഗമല്ല, നിരന്തരതയാണ്. രാമായണം വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട. ആദ്യം വായിക്കുക, പിന്നീട് അർത്ഥം അന്വേഷിക്കുക, വീണ്ടും വായിക്കുക. ഓരോ വായനയിലും പുതിയൊരു ജീവിത പാഠം നിങ്ങളെ തേടിയെത്തും. കാരണം നമ്മൾ മാറുമ്പോൾ രാമായണവും പുതുതായി തുറന്നു വരും. ഈ കർക്കിടകത്തിൽ നമുക്ക് ചില ചെറിയ തീരുമാനങ്ങൾ എടുക്കാം. ദിവസവും കുറച്ചു സമയം പ്രാർത്ഥനയ്ക്ക്, കുടുംബത്തോടൊപ്പം ഒരു ഭാഗം രാമായണം വായിക്കാൻ, മാതാപിതാക്കളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ, ആരെയെങ്കിലും ക്ഷമിക്കാൻ, ആവശ്യമുള്ള ഒരാളെ സഹായിക്കാൻ. കാരണം രാമായണം വായിക്കുന്നത് അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടുകൂടിയാണ്. കർക്കിടക മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു വലിയ സത്യമാണ്. മഴ എത്ര ശക്തമായി പെയ്താലും അതിനുശേഷം സൂര്യൻ ഉദിക്കും. അതുപോലെ ജീവിതത്തിൽ എത്ര വലിയ ഇരുട്ട് വന്നാലും
പ്രതീക്ഷയുടെ വെളിച്ചം ഒരിക്കലും അണയുന്നില്ല. ആ പ്രതീക്ഷയുടെ പേരാണ് രാമൻ. ഈ രാമായണ മാസത്തിൽ നമ്മുടെ വീടുകളിൽ രാമനാമം മുഴങ്ങട്ടെ, നമ്മുടെ മനസ്സുകളിൽ കരുണ നിറയട്ടെ, നമ്മുടെ വാക്കുകളിൽ സ്നേഹം വിരിയട്ടെ, നമ്മുടെ പ്രവൃത്തികളിൽ ധർമ്മം തെളിയട്ടെ. അപ്പോഴാണ് രാമായണ പാരായണം പൂർണ്ണമാകുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കർക്കിടകാശംസകൾ. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹവും സീതാദേവിയുടെ കരുണയും ഹനുമാന്റെ ശക്തിയും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിറഞ്ഞിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.